സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പാച്ചിലിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. ജിസാനിലെ മെയിൻ റോഡിലായിരുന്നു സംഭവം. ശക്തമായ മലവെള്ളപ്പാച്ചിലിനിടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാർ ഒഴുക്കിൽപ്പെട്ടത്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഏതാനും സൗദി പൗരന്മാർ അപകടത്തിന് സാക്ഷികളായെങ്കിലും ഡ്രൈവറെ സഹായിക്കാൻ ആർക്കും സാധിച്ചില്ല. കാർ ഒഴുക്കിൽപ്പെടുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സൗദിയിൽ മലവെള്ളപ്പാച്ചിലിനിടെ താഴ്വരകളും റോഡുകളും മുറിച്ചു കടക്കുന്നത് 10,000 റിയാൽ പിഴ ലഭിക്കുന്ന ഗതാഗത നിയമലംഘനമാണ്. സൗദി അറേബ്യയുടെ വിനോദസഞ്ചാര രംഗം വൻ കുതിപ്പിൽ. വാണിജ്യരംഗത്ത് ടൂറിസം അനുദിനം അഭിവൃദ്ധി പ്രാപിക്കുന്നതിന്റെ കണക്കുകൾ പുറത്തുവന്നു. 2023 രാജ്യത്തെ വിനോദസഞ്ചാര വ്യവസായം കൈവരിച്ചത് റെക്കോർഡ് വളർച്ചയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാജ്യത്തേക്ക് ആകെ 3.55 കോടി വിനോദസഞ്ചാരികൾ എത്തി. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ 86 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് സൗദിയിലേക്ക് എത്തിയത്. ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച ഒമാൻ സൗദി ബസ് സർവീസിൽ യാത്രക്കാരുടെ എണ്ണം കുറയുന്നത് തിരിച്ചടിയാകുന്നു. പ്രതിദിന സർവീസുകളായി ആരംഭിച്ച മസ്കറ്റ് റിയാദ് ബസ് നിലവിൽ ആഴ്ചയിൽ ഒരു സർവീസ് മാത്രമാണ് നടത്തുന്നത്. മസ്കറ്റിൽ നിന്നും എല്ലാ തിങ്കളാഴ്ചകളിലും റിയാദിൽ നിന്നും എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ബസ് സർവീസ് ഉള്ളത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചാൽ സർവീസുകൾ ഉയർത്താനാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരിയിലാണ് മസ്കറ്റിൽ നിന്നും ഇബ്രി വഴി റിയാദിലേക്ക് സ്വകാര്യ കമ്പനിയായ അൽഖൻജരി ട്രാൻസ്പോർട്ട് ബസ് സർവീസ് ആരംഭിച്ചത്. ഏകദേശം 1400 കിലോമീറ്ററിലധികം യാത്രാ ദൂരമുള്ള ഇരു നഗരങ്ങൾക്കുമിടയിൽ ബസ് സർവീസ് സമയം 20 മണിക്കൂറിലധികമാണ്. 25 റിയാലാണ് നിലവിൽ ഒരു വശത്തേക്ക് മാത്രമുള്ള ടിക്കറ്റ് നിരക്ക്. ആദ്യഘട്ടത്തിൽ 35 റിയാലിന് പ്രഖ്യാപിച്ച നിരക്ക് പിന്നീട് കുറയുകയായിരുന്നു. യാത്രക്കാർ പാസ്പോർട്ട് കോപ്പി, ഒമാൻ ID, സൗദി വിസ എന്നിവ ഹാജരാക്കിയാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഉംറ തീർത്ഥാടനം ഉൾപ്പെടെ സൗദിയിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കുന്നവർക്ക് ഏറെ ഗുണകരമാണ് ബസ് യാത്രാ സൗകര്യം. തുടക്കത്തിൽ നിരവധി പേർ ഉംറയ്ക്കും മറ്റും ആവശ്യങ്ങൾക്കുമായി ബസ് സർവീസ് ഉപയോഗപ്പെടുത്തിയിരുന്നു. മസ്കറ്റിൽ നിന്നും പുലർച്ചെ 5 മണിക്കും റിയാദിലെ അസീസിയയിൽ നിന്നും വൈകുന്നേരം 5 മണിക്കുമാണ് ബസ് പുറപ്പെടുന്നത്. റിയാദിൽ നിന്നുള്ള സമയം യാത്രക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് ഭാവിയിൽ മാറ്റം വരുത്തുമെന്നും കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു. അതിർത്തിയിലെ ഇമിഗ്രേഷൻ നടപടികൾ ഉൾപ്പെടെ 22 മണിക്കൂർ വരെ ഒരു വശത്തേക്ക് മാത്രം യാത്രാ സമയം എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ദിവസത്തോളം നീണ്ട തുടർച്ചയായ ദീർഘയാത്ര ഉൾപ്പെടെ വിവിധ കാരണങ്ങളാണ് യാത്രക്കാർ കുറയാൻ ഇടയാക്കിയതെന്നാണ് കരുതുന്നത്. അതേസമയം ഒരു ട്രിപ്പിൽ ചുരുങ്ങിയത് 25 യാത്രക്കാരെങ്കിലും ഉണ്ടാകണമെന്നാണ് നേരത്തെ സൗദി അധികൃതരുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. ദമാം വഴി യാത്ര ചെയ്യുമ്പോൾ കിലോമീറ്റർ കൂടുമെങ്കിലും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാകും. ഒരു സർവീസിൽ ബസ്സിൽ 2 ഡ്രൈവർമാരുണ്ടാകും. ഒരു ഡ്രൈവർ വാഹനമോടിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിശ്രമിക്കാൻ കഴിയുമെന്നതും ഗുണകരമാണ്. ഇതിനിടെ വിവിധ രാഷ്ട്രങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾ വ്യാപിപ്പിക്കുന്നതിന് ഒമാൻ പദ്ധതിയിടുന്നുണ്ട്. ഖത്തർ ഉൾപ്പെടെ GCC രാഷ്ട്രങ്ങളിലേക്ക് ഉടൻ സർവീസുകൾ ആരംഭിച്ചേക്കും. ഏകീകൃത ടൂറിസ്റ്റ് വിസ കൂടി ആരംഭിക്കുന്നതോടെ സഞ്ചാരികളുടെ ഒഴുക്കിനുള്ള വലിയ സാധ്യതയും അധികൃതർ മുന്നിൽ കാണുന്നു. ഒമാനും UAEക്കും ഇടയിലുള്ള ബസ് സർവീസുകൾ ഏറെ ജനകീയമാണിപ്പോൾ. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ റെക്കോർഡ് താഴ്ചയിൽ. ഇതിനനുബന്ധമായി വിനിമയ നിരക്കും കുത്തനെ ഉയർന്നു. ഒരു റിയാലിന് 217.8 രൂപ വരെയാണ് വിവിധ പണമിടപാട് സ്ഥാപനങ്ങൾ നൽകിയത്. എക്കാലത്തെയും ഉയർന്ന വിനിമയ നിരക്കാണിത്. പ്രവാസികൾക്ക് കൂടുതൽ തുക നാട്ടിലേക്ക് അയക്കാനും സാധിച്ചു. US സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന ഭയത്തിൽ ഇന്നലെ ഓഹരി വിപണി ഇടിഞ്ഞത് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായി. ഇതിന് പിന്നാലെ ക്രിപ്റ്റോ കറൻസികളുടെ മൂല്യവും ഇടിഞ്ഞിട്ടുണ്ട്. ഓഹരി വിപണിയിൽ നിന്നും വൻതോതിൽ വിദേശ നിക്ഷേപം കൊഴിയുന്നതും പൊതുമേഖലാ എണ്ണക്കമ്പനികൾ ഡോളർ വാങ്ങിക്കൂട്ടുന്നതും രൂപയ്ക്ക് തിരിച്ചടിയാകുന്നു. രൂപയുടെ മൂല്യം വലിയ തോതിൽ ഇടിയുന്നതിന് തടയിടാൻ സാധാരണ റിസർവ് ബാങ്ക് ശ്രമിക്കാറുണ്ട്. ലോകത്തെ 6 മുൻനിര കറൻസികൾക്കെതിരായ ഡോളർ ഇൻഡെക്സ് നേട്ടത്തിലാണെന്നതും ചൈനീസ് യുവാൻ നേരിട്ട തളർച്ചയും രൂപയുടെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടി. 0.19% ഉയർന്ന് 105.72 നിലവിൽ ഡോളർ ഇൻഡെക്സ് ഉള്ളത്. അതേസമയം മാസത്തിന്റെ ആദ്യത്തിൽ കൂടുതൽ തുക നാട്ടിലേക്ക് അയക്കാൻ ഇന്ത്യൻ പ്രവാസികൾക്കും സാധിച്ചു.
ഒമാനിലെ പല ഗവർണറേറ്റുകളിലും കനത്ത മഴ. ഇന്ന് രാവിലെ ഇസ്കി സിനാവ് റോഡിൽ കവിഞ്ഞൊഴുകുന്ന വാദിയിൽ ഒരു കുട്ടിയെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇസ്കി സിനാവ് റോഡിലെ വാദിയിൽ 5 പേരുമായി ഒരു വാഹനം കുടുങ്ങിയതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് റോയൽ ഒമാൻ പോലീസ് നടത്തിയ തിരച്ചിലിൽ 4 പേരെ രക്ഷപ്പെടുത്തി ഇബ്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒഴുകിപ്പോയ ഒരു കുട്ടിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയതായും ആർഒപി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം മറ്റൊരു സംഭവത്തിൽ റുസ്താക്കിലെ വാദി ബനി ഹനിയിൽ കുടുങ്ങിയ 4 പേരെ രക്ഷപ്പെടുത്തി. റോയൽ ഒമാൻ പോലീസിലെ വ്യോമയാന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വിമാനത്തിൽ മികച്ച ഭക്ഷണം നൽകുന്നവരുടെ പട്ടികയിൽ ലോകത്ത് 2ാം സ്ഥാനം ഒമാൻ എയർ കരസ്ഥമാക്കി. മണി സൂപ്പർമാർക്കറ്റിന്റെ ട്രാവൽ ഇൻഷുറൻസ് ടീം 100-ലധികം എയർലൈൻസുകളിൽ നിന്നായി 27,000-ലധികം യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് സ്ഥാനങ്ങൾ തയ്യാറാക്കിയത്. എല്ലാത്തരം ക്ലാസുകളിലെയും യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച ടീം 10-ൽ 8.58 പോയിന്റ് നൽകിയ കുവൈറ്റ് എയർലൈൻസാണ് 1ാം സ്ഥാനത്ത്. ലോബ്സ്റ്ററും ബീഫുമടക്കം മികച്ച ഭക്ഷണം മിതമായ നിരക്കിൽ നൽകുന്നു എന്ന പ്രത്യേകതയാണ് കുവൈറ്റ് എയർലൈൻസിനെ മികച്ചതാക്കിയത്. തൊട്ടു പിന്നാലെ 8.44 പോയിന്റുമായി ഒമാൻ എയർ 2ാം സ്ഥാനം നേടി. 8.39 സ്കോറുമായി മിഡിൽ ഈസ്റ്റേൺ എയർലൈൻസ് 3ാം സ്ഥാനവും എയർ അൾജീരിയ, എയർ ബാൾട്ടിക് എന്നിവ യഥാക്രമം 4ഉം 5ഉം സ്ഥാനങ്ങൾ നേടി. യാത്രക്കാർക്ക് പ്രിയപ്പെട്ട ഭക്ഷണം ഒരുക്കുന്നതിൽ ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഗൾഫ് എയർ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ മറ്റ് എയർലൈൻസുകളും മികച്ച സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സൗദി അറേബ്യയിലെ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും ചെറുക്കുന്നതിനുമുള്ള ക്യാമ്പയിനിലൂടെ നിരവധി മയക്കുമരുന്ന് കടത്തുകാരെയും ഇടപാടുകാരെയും അറസ്റ്റ് ചെയ്തതായി സുരക്ഷാ വിഭാഗം അറിയിച്ചു. ത്വായിഫ് ഗവർണറേറ്റിൽ നടത്തിയ സുരക്ഷാ പട്രോളിങ്ങിനിടെ കഞ്ചാവും ആംഫെറ്റാമൈനും വിറ്റതിന് 2 സ്വദേശി പൗരന്മാരെയും ഔഷധമെന്ന വ്യാജേന വിതരണം ചെയ്യാൻ ശ്രമിച്ച ലഹരി ഗുളികകളും ജീസാൻ മേഖലയിൽ നിന്നും പോലീസ് പിടികൂടി. ലബനനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പൗരന്മാരെ വിലക്കി സൗദി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത്. ലബനനിലേക്കുള്ള യാത്ര നിരോധിച്ചുള്ള തീരുമാനം എല്ലാ പൗരന്മാരും അനുസരിക്കണമെന്നും ലബനനിലെ സൗദി എംബസി വ്യക്തമാക്കി. ഇസ്രായേൽ, ലബനാൻ, ഹിസ്ബുള്ള, ഇറാൻ എന്നിവയ്ക്കിടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനെ തുടർന്നാണിത്. തെക്കൻ ലബനനിലെ നിലവിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ലബനൻ വിട്ടുപോകാൻ അവിടെയുള്ള പൗരന്മാരോടും ആവശ്യപ്പെടുന്നു. ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ പൗരന്മാർ എംബസിയുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ടെന്നും സൗദി എംബസി വ്യക്തമാക്കി. അതേസമയം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള മിസൈൽ ആക്രമണം രൂക്ഷമായതോടെ അറബ് പാശ്ചാത്യ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടാനുള്ള ആഹ്വാനം ശക്തമാക്കി. ചില വിമാനക്കമ്പനികൾ അവരുടെ വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചു. ജോർദാനിയൻ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാരോട് അവരുടെ സുരക്ഷയെ മുൻനിർത്തി ലബനനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.